ബഹിരാകാശത്ത് കഴിഞ്ഞ പേടകമാണ് എന്നോർക്കുക. നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഭാഗമായ ഒരു പേടകം അവിടെ ഡോക്ക് ചെയ്യപ്പെട്ടു നിന്ന പേടകം 18 ദിവസം കഴിഞ്ഞ് ഭൂമിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. അതിനെ റിക്കവർ ചെയ്ത് ഇപ്പോൾ ഈ റിക്കവറി ഷിപ്പിലേക്ക് മാറ്റുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. റോപ്പ് ഉപയോഗിച്ച് അതിനെ കൂടുതൽ ഈ ഷിപ്പിലേക്ക് അടുപ്പിക്കുകയാണ്. അതിനുശേഷം ക്രെയിൻ ഉപയോഗിച്ച് ഇതിനെ ഉയർത്തുന്ന പ്രക്രിയ നടക്കും. അങ്ങനെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുമ്പോഴാണ് നമുക്ക് കൃത്യമായതിൻ്റെ ആകൃതിയും അതിൻ്റെ കോലവും ഒക്കെ നമുക്ക് കാണാൻ കഴിയുക. കാരണം മണിക്കൂറുകൾ നീണ്ട 22.5 മണിക്കൂർ നീണ്ട യാത്രക്കൊടുവിലാണ് ഈ പേടകം ഇപ്പോൾ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4:45 വൈകിട്ട് 4:45 പുറപ്പെട്ട ആ പേടകം 22.5 മണിക്കൂർ യാത്ര ചെയ്താണ് ഈ രീതിയിൽ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഭൂമിയിൽ പസഫിക് സമുദ്രത്തിൽ കാലിഫോർണിയക്കടുത്ത് സാൻഡിയേഗോ തീരത്ത് ഇപ്പോൾ തീരം തൊട്ടിരിക്കുന്നു, അല്ലെങ്കിൽ തീരമടഞ്ഞിരിക്കുന്നു നമ്മുടെ ഈ ഗ്രേസ് എന്ന് പറയുന്ന ഡ്രാഗൺ പേടകം. ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ പേടകത്തെ ഉയർത്തി ഈ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുക, അതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശാസ്ത്ര പരീക്ഷണങ്ങൾ 31 രാജ്യങ്ങളുടെ 60 ശാസ്ത്ര പരീക്ഷണങ്ങളാണ് പൂർത്തിയാക്കിയത് നമ്മുടെ ആക്സിയം 4 ദൗത്യസംഘം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പരീക്ഷണങ്ങളിൽ മലയാളി സാന്നിധ്യം കൂടിയുണ്ട് എന്ന് പ്രേക്ഷകർക്ക് അറിയാം. നമ്മുടെ ISRO നിർദ്ദേശിച്ച 7 പരീക്ഷണങ്ങൾ, ആ 7 പരീക്ഷണങ്ങളിൽ ഒന്ന് ഈ വിത്ത് മുളപ്പിക്കുക എന്നതായിരുന്നു. അതിൽ 6 പ്രധാനപ്പെട്ട വിത്തുകളിൽ ഒന്ന് നമ്മുടെ കേരളത്തിൽ നിന്നും കൊടുത്തുവിട്ട നെൽവിത്താണ്. അതവിടെ മുളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ, എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലെ സാഹചര്യങ്ങളല്ല ബഹിരാകാശത്ത് തീർത്തും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന സസ്യങ്ങളുടെ വളർച്ച, അത് വിത്താണെങ്കിലും ശരി, അത് ആൽഗി ആണെങ്കിലും ശരി, ഇപ്പം മൈക്രോ ആൽഗകളുടെ പ്രവർത്തനം, അതെങ്ങനെയാണ് അതിൻ്റെ വളർച്ച, ഇതൊക്കെ ഈ പരീക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്, യഥാർത്ഥത്തിൽ ഭൂമിയിൽ നടക്കുന്ന അതുപോലെ തന്നെയാണോ എന്ന് മനസ്സിലാക്കുക വഴി ഒരുപക്ഷെ വലിയ സംഭാവനകൾ ശാസ്ത്രലോകത്തിന് നൽകാൻ ഈ പരീക്ഷണങ്ങൾക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപയോഗിച്ചുകൊണ്ട് പുതിയ വിത്തനകൾ ഇനിയിപ്പോൾ അവിടെ ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഘട്ടമാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആ പേടകത്തെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ 4 സംഘം, നമ്മുടെ ശുഭാംശു ശുക്ലയും മറ്റു 3 പേരും ഈ പേടകത്തിനകത്തുണ്ട്. അതിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വെക്കാൻ പോവുകയാണ്. അതിനായി ക്രെയിൻ ഉപയോഗിച്ച് ആ പേടകത്തെ ഉയർത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം പൂർണ്ണ രീതിയിൽ നമുക്ക് ആ പേടകത്തെ കാണാൻ കഴിയും. ആ പേടകം പ്ലാറ്റ്ഫോമിലേക്ക് വളരെ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതിലേക്ക് വളരെ കൃത്യമായി, വളരെ ശ്രദ്ധയോടുകൂടി സാവധാനം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി അതിനെ പ്ലേസ് ചെയ്യുകയാണ്. അവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ അത് വളരെ വ്യക്തമായി കാണാം. ഇനി അവിടെ നിലയുറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത് ഹാച്ച് ഓപ്പൺ ചെയ്ത് അകത്തുള്ള യാത്രികരെ പുറത്തേക്ക് ആനയിക്കും. അതിലാരായിരിക്കും ആദ്യം പുറത്തേക്ക് കാലെടുത്ത് വെക്കുക എന്ന് നമുക്ക് വളരെ കൗതുകത്തോടെ കാത്തിരിക്കാം. അത് ശുഭാംശു ശുക്ലയാണോ അല്ല പെഗ്ഗി വിൽസൺ ആണോ എന്ന് മിനിറ്റുകൾക്ക് നമുക്ക് അറിയാൻ കഴിയും. ദൃശ്യങ്ങളിൽ വീണ്ടും നമുക്ക് പൂർണ്ണ രീതിയിൽ നമ്മുടെ പേടകത്തെ കാണാൻ കഴിയുന്നു. നമ്മൾ നേരത്തെ കണ്ട് പരിചയിച്ചതുപോലെ അതിൻ്റെ ട്രങ്ക് അവിടെ നിന്നും വേർപെട്ടിട്ടുണ്ട്. പൂർണ്ണമായി ട്രങ്കില്ലാത്ത ആ ക്രൂ മൊഡ്യൂൾ മാത്രമാണ് ഭൂമിയിലേക്ക് തിരികെ എത്തിയത്. അതിനകത്താണ് കൃത്യമായ ഇരിപ്പിടങ്ങളിൽ നമ്മുടെ 4 പേരും, ശുഭാംശു ശുക്ലയും പെഗ്ഗി വിൽസണും സ്ലാവോഷും ടിബോർ കാപ്പും ഈ 4 പേരും ഇരിക്കുന്നത്. അവർ അല്പസമയത്തിനകം ഈ പ്രൊസീജിയേഴ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് അവർ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. അതിനായുള്ള കാത്തിരിപ്പാണ് ഇനി. ഓരോ ഘട്ടങ്ങളും അപ്പ് നെക്സ്റ്റ് ഈസ് ഹാച്ച് ഓപ്പൺ ചെയ്ത് ഹാച്ച് തുറന്ന് അതിൻ്റെ വശത്തുള്ള ഡോറിനെയാണ് ഹാച്ച് എന്ന് പറയുക. അത് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ ശരിയാണ്. വളരെ തൂവെള്ള നിറത്തിലായിരുന്നു നമ്മൾ ഇന്നലെ ഈ ഡോക്ക് ചെയ്ത അവസ്ഥയിൽ നമ്മൾ ഈ പേടകത്തെ കണ്ടതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ രീതി, അതിൻ്റെ ആകൃതിയിൽ മാറ്റമില്ലെങ്കിലും അതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. അതിന് കാരണം അത്രമാത്രം താപം ഈ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു തീഗോളം പോലെ കത്തിജ്വലിച്ചാണ് വരിക. അത് ഈ ഘർഷണം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ടെങ്കിലും നമുക്കത് യഥാർത്ഥത്തിൽ കാണാത്തതുകൊണ്ട് പല കുട്ടികൾക്കുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഘർഷണം ഇത്രമാത്രം വലിയ സംഭവമാണോ എന്നുള്ളൊക്കെയുള്ളത്. അപ്പോൾ അന്തരീക്ഷവുമായി വരുമ്പോൾ ബാഹ്യാകാശത്തു നിന്നും ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഉൽക്കയെ കാണുന്നത് എങ്ങനെയാണ്? ഉൽക്ക കത്തി അമർന്ന് പോകുന്നത് നമ്മൾ കാണാം. ഉൽക്ക ഒരു ശില ആണെന്ന് പറയാം, ബഹിരാകാശത്തുള്ള ശില ആണെന്ന് പറയാം, ഒരു കല്ല് പോലുള്ള സംഭവമാണെന്ന് പറയാം. അത് ഭൂമിയിലേക്ക് എത്തുമ്പോൾ കത്തിത്തീരുന്നു. കാരണം അന്തരീക്ഷവുമായി ഘർഷണത്തിൽ വരുമ്പോൾ സംഭവിക്കുന്ന ചൂട് അത് തീയായി മാറുന്നു. അങ്ങനെ അത് കത്തി അണയുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ ആ തീയെയും ആ താപത്തെയൊക്കെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ് നമ്മുടെ ഈ പേടകത്തിൻ്റെ ബാഹ്യാവരണം. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിച്ചാണ് ഇപ്പോൾ ഭൂമിയിലേക്ക് ഇത് എത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ അവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് അൺടൈ ചെയ്യുകയാണ്. നേരത്തെ ബന്ധിപ്പിച്ച ആ റോപ്പ് അവിടുന്ന് അഴിച്ചു മാറ്റുകയാണ്. അതിനുശേഷം മാത്രമാണ് ഈ ഹാച്ച് ഓപ്പൺ ചെയ്യുക.
ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. കാരണം ബഹിരാകാശത്ത് നിന്ന് വന്ന ഒരു വസ്തുവായതുകൊണ്ട് തന്നെ കൃത്യമായ സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഈ വിദഗ്ധർ അതിനെ കൈകാര്യം ചെയ്യുന്നത് കാണാം. കൃത്യമായ മാസ്കുകൾ ധരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവർക്ക് സ്പെഷ്യൽ യൂണിഫോം ഉണ്ട്. അതുപയോഗിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ അവർ ഏർപ്പെടുന്നത്. മുകളിലും താഴെയുമായി ബന്ധിപ്പിച്ച ആ റോപ്പ് ഇപ്പോൾ അത് അടിച്ചു മാറ്റുന്നു, അവിടെ അൺസ്ക്രൂ ചെയ്യുന്നു. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. പിന്നീട് അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ പേടകത്തിന്റെ ഹാച്ച് തുറന്ന് പുറത്തേക്ക് നമ്മുടെ യാത്രികർ എത്താൻ പോകുന്നത്. ഇതാ ഇപ്പോൾ ആ റോപ്പ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള റോപ്പ് പൂർണ്ണമായും അഴിച്ച് മാറ്റുന്ന കാഴ്ച നമുക്കിവിടെ കാണാം. ഇതെല്ലാം ഇത്തരത്തിൽ ആരാണോ ബഹിരാകാശ നിലയത്തിൽ നിന്നും താഴേക്ക് വരുന്നത് ആ സമയങ്ങളിലൊക്കെ പാലിക്കേണ്ട പ്രോട്ടോക്കോളാണിത്. ഓരോ ഘട്ടവും അത് കൃത്യമായി തന്നെ പൂർത്തിയാക്കുകയാണ് അവിടെ ഈ സ്പേസ് എക്സിന്റെയും ആക്സിയം സ്പേസിന്റെയും ഒപ്പം നാസയുടെയും വിദഗ്ധർ അതിന് നേതൃത്വം നൽകുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്കത് വളരെ വ്യക്തമായി കാണാം. എന്താണോ ഏത് രീതിയിലാണോ നോക്കുക. നമ്മൾ നേരത്തെ ഈ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചപ്പോൾ ക്ലോക്കിൽ സമയം 3:01 അത് ഇന്നലെയോ അല്ലെങ്കിൽ ഇന്ന് രാവിലെയോ പ്രഖ്യാപിച്ചതല്ല. എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്താണ് എപ്പോഴായിരിക്കും ഇതിന്റെ സ്പ്ലാഷ് ഡൗൺ ഉണ്ടാവുക എന്ന് വളരെ കൃത്യമായി ആക്സിയം സ്പേസും നാസയും ഒക്കെ അറിയിച്ചതാണ്. അതാണ് ശാസ്ത്രത്തിന്റെ അക്യുറസി എന്ന് പറയുന്നത്. വളരെ അക്യുറേറ്റ് ആയിട്ട് ഒരു അനോമലിയും സംഭവിക്കാതെ, അതിപ്പോൾ ഒരു സെക്കൻഡിന്റെ പോലും വ്യത്യാസമില്ലാതെ എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ തന്നെ കൃത്യമായി ഇത് സാധ്യമാക്കാൻ കെൽപ്പുള്ളവരാണ് നമ്മുടെ ശാസ്ത്രലോകം. കെൽപ്പുള്ളതാണ് നമ്മുടെ ശാസ്ത്രലോകം. അതിന്റെ തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ അഭിമാനമായ ശുഭാംശു ശുക്ലയെ നമുക്ക് നേരിട്ട് കാണണം. അതിനായുള്ള കാത്തിരിപ്പാണ്. പുറത്തേക്ക് അവർ വരുന്നതും കാത്ത് നമ്മളിരിക്കുന്നു. ഒപ്പം ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ഇരിക്കുന്നു. ഒപ്പം ശാസ്ത്രലോകം വളരെ വളരെ കൗതുകരമായി ഈ ഓരോ ഘട്ടങ്ങളെയും കാത്തിരിക്കുകയാണ്. നിർണായകമായ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയാണ് ഈ 4 സംഘം ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ്. അതിലെടുത്തു പറയേണ്ടതാണ്, ഈ പ്രമേഹ രോഗികൾക്ക് നിലവിൽ അല്ലെങ്കിൽ പ്രമേഹമുള്ളവർക്ക് നിലവിൽ ബഹിരാകാശ യാത്ര സാധ്യമല്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതിനെ ഒരു പ്രതിവിധിയായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത്തരത്തിലുള്ള ടെസ്റ്റുകളും എക്സ്പെരിമെന്റ്സും ഈ പറയുന്ന ദൗത്യ സംഘം നടത്തിയിരുന്നവിടെ ഓരോ ദിവസവും കൃത്യമായി ഓരോരുത്തരുടെയും ഗ്ലൂക്കോസ് നില അത് കൃത്യമായി പരീക്ഷിച്ചിരുന്നു, അത് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. അതിനായുള്ള എക്യുപ്മെന്റ്സ് ഇവർ കൊണ്ടുപോയിരുന്നു. അതോടൊപ്പം മൂലകോശങ്ങളെക്കുറിച്ചുള്ള പഠനം, ക്യാൻസർ കോശങ്ങളെക്കുറിച്ചുള്ള പഠനം, ഇതെല്ലാം അവിടെ പോയി ചെയ്യുകയായിരുന്നു. എന്താണ് അതിന് പ്രത്യേകത? ഭൂമിയിലെ സാഹചര്യങ്ങളല്ല, മറിച്ച് ബഹിരാകാശത്ത് മറ്റൊരു സാഹചര്യമാണ്. അവിടെ ഭൂഗുരുത്വബലമില്ല, അന്തരീക്ഷമില്ല. അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെയാണ് ഓരോ ജീവജാലങ്ങളും പ്രതികരിക്കുക, ഓരോന്നിനോടും ആ ഒരു സ്വാധീനത്താൽ എങ്ങനെയാണ് പ്രതികരണം ഉണ്ടാവുക, ഇതൊക്കെ കൃത്യമായി പഠിക്കുകയാണ് ലക്ഷ്യം. ഇപ്പോൾ മൈക്രോ ആൽഗകൾ അല്ലെങ്കിൽ സൂക്ഷ്മ ആൽഗകളെ കുറിച്ചുള്ള പഠനം, സയനോ ബാക്ടീരിയകളെ കുറിച്ചുള്ള പഠനം, ഇതെല്ലാം ഇത്തരത്തിൽ ഉള്ള ഒരു കണ്ടീഷനിൽ, അതായത് ബഹിരാകാശത്തുള്ള ഒരു കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അവർക്ക് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവുക, അത് കൃത്യമായി രേഖപ്പെടുത്തുക. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വിത്ത് മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ. വിത്തുകൾ മുളപ്പിച്ചത് ഭൂമിയിലല്ല, അത് ബഹിരാകാശത്താണ്. ഇനി മുളപ്പിച്ച ആ തൈ അല്ലെങ്കിൽ കുഞ്ഞു ചെടിയായിട്ട് മാറിയിട്ടുണ്ടാവും, അത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ശുഭാംശു ശുക്ല അത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരികയും ഇവിടുത്തെ സ്വാഭാവിക അന്തരീക്ഷത്തിൽ ഇനി എന്ത് മാറ്റമാണ് അതിനുണ്ടാവുക എന്ന് പഠിക്കുക വഴി അത് നിർണായകമായ പല കണ്ടെത്തലുകളും നൽകുകയും ചെയ്യും. അതെല്ലാം സയൻസിന് അല്ലെങ്കിൽ ശാസ്ത്രത്തിന്, വിവിധ ശാസ്ത്രശാഖകൾക്ക് വലിയ മുതൽക്കൂട്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം സ്റ്റെം സെൽസുകൾ, നേരത്തെ പറഞ്ഞു, മൂലകോശങ്ങളിലുള്ള മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ, ജനിതക ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ, മറ്റൊരിടത്ത് പോയി ഉള്ള അല്ലെങ്കിൽ ബഹിരാകാശ നിലയത്തിൽ പോകുമ്പോൾ അവിടെ സംഭവിക്കുന്ന അവിടുത്തെ സീറോ ഗ്രാവിറ്റി അല്ലെങ്കിൽ മൈക്രോ ഗ്രാവിറ്റേഷണൽ അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം തീരെ ഇല്ലാത്തൊരവസ്ഥ, അവിടെ ഏത് രീതിയിലാണ് തന്നെ ഒരു പ്രതികരണം ഉണ്ടാവുക. ഈവൻ നമ്മുടെ പേശികൾക്ക് പോലും സംഭവിക്കുന്ന കാര്യം. ഇപ്പോൾ ബഹിരാകാശ യാത്രകർക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന പ്രശ്നമാണ് ഈ പേശിക്ഷയം ഉണ്ടാവുക, പേശികൾക്ക് ബലക്ഷയം ഉണ്ടാവുക ദീർഘകാലം. ഇപ്പോൾ സുനിത വില്യംസും ഒക്കെ ഒരുപാട് കാലം അവിടെ കഴിഞ്ഞതാണ്. പെഗി വിൽസൺ ഒരുപാട് വർഷക്കാലം എന്ന് വേണമെങ്കിൽ പറയാം അവിടെ കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ദീർഘമായി ബഹിരാകാശത്ത് വസിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അവരുടെ പേശികൾക്കുണ്ടാകുന്ന ഒരു ബലക്ഷയം. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു, അതിന് പ്രതിവിധിയായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതൊക്കെയുള്ള ടെസ്റ്റുകൾ കൂടി നമ്മുടെ ദൗത്യ സംഘം നടത്തിയിരുന്നു.